മരുന്നു നല്ല മരുന്ന്, അരമരുന്ന്, പൊടിമരുന്ന്, പാട്ടുമരുന്ന്, നീറ്റുമരുന്ന്. മരുന്നോ നല്ല മരുന്ന്, അരമരുന്ന്, പൊടിമരുന്ന്, പാട്ടുമരുന്ന്, നീറ്റുമരുന്ന്. മരുന്നോ നല്ല മരുന്ന്. ശങ്കുണ്ണി, എന്തോ ഇവിടെ വരിക. ഇന്നലെ ഇവിടുന്ന് ഒളിച്ചിലും പിടിച്ചിലും കഴിഞ്ഞു പോയ ആ ഗോപിക്ക് എങ്ങനെയുണ്ട്? അവന്റെ വീട്ടിൽ നിന്ന് ഭയങ്കരമായ കരച്ചിലും പിടിച്ചിലും ഞാൻ കേട്ടു. അതെന്തിന്? ആള് തട്ടിപ്പോയതേ. അപ്പം നമ്മുടെ ഒളിച്ചിലും പിടിച്ചിലും അങ്ങോട്ട് ഏറ്റില്ല അല്ലേ? അങ്ങനെ ഒഴിച്ചിലേറ്റില്ല, പക്ഷെ പിഴിച്ചില്ല. ഇവിടുത്തെ വെള്ളി കണ്ടതും വാഴ വെട്ടിയിട്ടതുപോലെയല്ലേ വീണത്. എന്റെ ദക്ഷിണെടുത്ത ഭഗവതി, നാം എന്തൊക്കെയാണ് ഈ കേക്കണത്? വൈദ്യരെ, എന്താണ്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന്? എന്റെ ഭാര്യ ഗർഭിണിയാണെന്ന്. അതുകൊണ്ട് വൈദ്യർ എന്നോട് ഒരു കൺഗ്രാജുലേഷൻ പറയണം. ശങ്കുണ്ണി, എന്ത് വിഡ്ഢിത്തരമാണ് താനീ പറയണത്? തന്റെ ഭാര്യയല്ലേ ഗർഭിണിയായത്? അതെ. അപ്പൊ ഞാൻ തന്നോടല്ല കൺഗ്രാജുലേഷൻ പറയേണ്ടത്, പിന്നെ താൻ നമ്മോടാണ് കൺഗ്രാജുലേഷൻ പറയേണ്ടത്. ശരിയാണല്ലോ, ഞാൻ എന്നാ മണ്ടനാ. കൺഗ്രാജുലേഷൻ വൈദ്യരെ. ശങ്കുണ്ണി, തെക്കു ദേശത്തുനിന്ന് ആരോ വിഷം നീണ്ടി വരുന്നുണ്ട്. ഇതിനെ കാണാനായിരിക്കും. പിന്നല്ലാതെ. അപ്പ അവനെ തെക്കോട്ടെടുത്തോളൂ. വരിക വരിക, കേറി വരിക. സൂക്ഷിച്ച്. ആളെ അങ്ങോട്ട് ഇരുത്തുക. ഏതാ പാമ്പ്? കണ്ടത്തിൽ സുബ്രഹ്മണ്യൻ. മൂർഖൻ, അണലിന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ കണ്ടത്തിൽ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന പാമ്പിനെ പറ്റി കേൾക്കണത്. അയ്യോ, അതിവന്റെ പേരാ. ആണോ? എന്നാൽ അവനോട് തന്നെ ചോദിച്ചേക്കാം. കടിച്ചത് ആരുടെ നിന്നെ? അണലിയോ അതോ മൂർഖനോ? ഇത് കടിച്ചതല്ല, നക്കിയതാ. അതും സൂസിട്ട നാക്കുകൊണ്ട്. അല്ല, നല്ല അരമുള്ള നാക്കുകൊണ്ട്. ഇത് നക്കിയതും ബാക്കിയതൊന്നുമല്ല, പിന്നെ കുടിച്ചതാ. ഏതിനം? എല്ലാ ഇനവും അടിച്ചിട്ടുണ്ട്. രാവിലെ തൊട്ട് ബീവറേന്റെ ക്യൂവിൽ നിന്ന് കണ്ണി കണ്ട വിഷം എല്ലാം വാങ്ങി കയറ്റിയിട്ടുണ്ട്. അതൊന്ന് ഇറക്കി തന്നാൽ ഞങ്ങൾക്ക് അങ്ങ് പോകാമായിരുന്നു. ശങ്കുണ്ണി, ഈ തെണ്ടിയുടെ അണ്ണാക്കിലേക്ക് കുറച്ച് കട്ടത്താൻ അടിച്ച് പറഞ്ഞു വിടും. ഓരോന്ന് കേറി വരും മെനക്കെടുത്താനായിട്ട്. അവിടെ എഴുതി വരെ പറയാവാ. ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററില്ല. ആണോ? അവളേതാണ്? ഞാൻ സിസ്റ്റർ സൂസമ്മ. എന്താ? അല്ല, മൊത്തത്തിലുള്ള സെറ്റപ്പ് കൊള്ളാന്ന് പറയരുത്. എന്ത് സെറ്റപ്പ്? അല്ല, ഈ ആശുപത്രിയുടെ കട്ടില് മൊത്തം ഇപ്പൊ കൊതുക് വല ഇട്ടേക്കല്ലേ? അയ്യോ, അത് കൊതുക് വലയല്ല, പിന്നെ അത് ചിലന്തി വലയാ. മോളെ സിസ്റ്ററെ, ആ പഞ്ഞിക്കൈ വച്ചത് ഇക്കടി നടുവിന്റെ അവിടെ ഒന്ന് പിടിച്ച തീരെ വയ്യ. വല്ലാത്ത ഇടങ്ങേറാണ് പൊന്നു മോളെ. എന്താ അസുഖം? എന്താ അസുഖം? ശ്വാസം മുട്ട് സൈക്കലില്ല നൈസേ, അവ ശ്വാസം മുട്ട് സൈക്കാൻ മേലെ നൈസേ. ഒന്ന് വന്നേച്ചു പോ, ചങ്കിന്റെ അകത്ത് രണ്ടു വേദന, ഒന്ന് നോക്കിയേച്ചു പോ. അറ്റരയ്ക്ക് ഒറ്റ മൂലിക, നല്ല വിറ്റാമിന. വാടിക്കിടക്കാൻ ഞാൻ എന്നാ ചേമ്പലയോ? ഓ കച്ചവടം. വാടി കിടക്കാനല്ല പറഞ്ഞത്, പോയി വാതിൽ കിടക്കാൻ. യോ, ദേ ഡോക്ടർ വരുന്നു. എന്ത് പറ്റി ഡോക്ടർ? ഒന്നും പറയണ്ട എന്റെ സിസ്റ്ററെ. 2-2.5 മണിക്കൂർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് നിന്ന് വെട്ടി വേർത്തു പോയി. അതെന്നാണ് നീ അകത്ത് തെങ്ങിന് തടവെടുക്കുവാർന്നോ? എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആയുർവേദക്കാരും ഞങ്ങൾ അലോപ്പതിയിൽ ഇടപെടരുതെന്ന്. എന്നാത്ത പറഞ്ഞാലും ഞങ്ങൾ ആയുർവേദത്തിനൊപ്പം എത്തിയല്ല നിങ്ങളുടെ ഈ അലുവാപ്പൊതി. അലുവാപ്പൊതിയോ? അല്ല, ഉലുവാപ്പൊതി. താനെന്റെ അച്ഛന്റെ ശിഷ്യനായതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഓക്കെ. ആ സിസ്റ്റർ, യെസ് ഡോക്ടർ. അയാളെ വിളിച്ചേ. തന്നെ വിളിക്കണു. ഇരിക്കൂ. കൂടുതൽ ഇരുത്തണ്ട, ഞാൻ ഇരുന്നോളാം. ചീട്ടെടുത്തോ? ചീട്ടെടുക്കാൻ ഞാനല്ല, തത്തമ്മയോ. എന്താ തന്റെ പേര്? മണൽകാട് മണികുണ്ട. ഗോൾക്കൊണ്ട കഴിച്ചിട്ടുണ്ട്. മണികുണ്ട എന്താ വന്നത്? എന്റെ വലത്തെ കാലിന്റെ മുട്ടിനൊരു ചെറിയ വേദന. വേദന? വേദന. പ്രായം എത്രയായി? ഈ വരുന്ന ചിങ്ങത്തിൽ 56 തികയും. അപ്പൊ പ്രായത്തിന്റെയാണ് അതാ ഈ വേദന. അത് ശരി, പ്രായത്തിന്റെയാ. അപ്പൊ ഇടത്തെ കാലിന് പ്രായം കുറവാണ്. ഇനിയിപ്പോ ഒരൊറ്റ വഴിയുള്ളൂ. എന്താണ്? തന്റെ മുട്ടിന്റെ ചിരട്ട മാറ്റി വെക്കണം. മുട്ടിന്റെ ചിരട്ടയോ? അതിന് എന്നാ വില വരും? ഒരു 50,000 രൂപയെങ്കിലും വരും. അയ്യോ, അത്രയും വില കൂടിയ ചിരട്ടയൊന്നും വേണ്ട. പിന്നെ ഒരു കാര്യം ചെയ്യാം, ചിരട്ട ഞാൻ കൊണ്ടുവരാം.
മേടിച്ചാൽ മതി. ഓക്കെ. കൊണ്ടുവരുമ്പോ കണ്ണൻ ചിരട്ട വേണോ അതോ മറ്റേ ചിരട്ട വേണോ? കണ്ണൻ തന്നെ ആയിക്കോട്ടെ. ഓക്കെ. പിന്നെ ഡോക്ടറെ, ഈ മുട്ടിന്റെ വേദന ഇങ്ങോട്ട് കേറി വരുമ്പോ തലയ്ക്ക് ഭയങ്കര പെരുപ്പാ. അതൊക്കെ വരുപ്പാ. പെരുപ്പാ. ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? ഓ, ഞാൻ വരുന്നില്ല. ഡോക്ടർ പോയി ഛർദ്ദിച്ചു. ഞാൻ വേണേ വന്ന് പുറം തിരികെ തരാം. ഇവിടെ തനിക്ക് അലർജി ഉണ്ടോ? അറിയത്തില്ല. ഒരു പണി, ഞാനൊരു പെൻസിൽ എഴുതി തരാം. അതല്ല, പേന തെളിയത്തില്ലേ? നീ ഇങ്ങോട്ട് പാടാവേ. നന്നായിട്ട് തെളിയുന്ന സ്കെച്ച് പേന ഉണ്ട്, ഞാൻ എഴുതി തരാം. തന്നോട് ഞാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ അലോപ്പതിയിൽ ഇടപെടരുതെന്ന്. നിന്റെ ഒരു മുറുക്കാപ്പതി ഓടാർക്കാ. ആ സിസ്റ്റർ, നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? റൗണ്ട്സിന് പോയാലോ ഒന്ന്? ഓ അങ്ങനെ. ഡോക്ടർ സുരേന്ദ്രൻ, ഒന്ന് നിൽക്കണം. എന്താച്ചാ? നിനക്കിപ്പോ ആയുർവേദത്തോട് പുച്ഛമല്ലേ? കണ്ണി കണ്ട കമ്മ്യൂണിസ്റ്റ് വെച്ച് ചപ്പും ചവറും ഒക്കെ പിഴിഞ്ഞ് ആൾക്കാർക്ക് കൊടുക്കുന്നതാണോ ആയുർവേദം? നീ ചെയ്യുന്നതോ? ഞാൻ എന്ത് ചെയ്തു? പനിയായിട്ട് വരുന്ന പാവം രോഗികളെ ഓപ്പറേഷൻ ചെയ്യലല്ലേ നിന്റെ പണി. നീ അത്രയ്ക്ക് വലിയ ഡോക്ടറാണെങ്കിൽ അയാളെ കാലിൽ എന്ത് പറ്റിയാണെന്ന് പറയാമോ? നിഷ്പ്രയാസം. എന്താണ്? അതാ പാദത്തിന്റെ എല്ല് പൊട്ടിയേക്കുന്നതാ. പിന്നെ എല്ല് പൊട്ടിയെന്നു? എടാ, അത് അവന്റെ ഞരമ്പ് പിടച്ചതാ. എല്ല് പൊട്ടിയതാണ്. ഓടാ, ഞരമ്പ് പിടച്ചതാ. ഒന്നും നിർത്തപ്പ. അവന്റെ ഒരു എല്ലുപൊട്ടലും ഞരമ്പ് വരച്ചിലും എന്റെ കാലിലെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയിട്ട് ഒരു കണക്കിന് ഞാൻ വീട്ടിലേക്ക് നടന്നുകൊണ്ടേ. പ്രകാശ്, 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 പ്രകാശ്. ആ, വന്നല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ തുമ്മൽ കൂടിയിട്ടുണ്ടല്ലോ. കൂടുതലാ വൈദ്യരെ. പ്രകാശ്, അങ്ങോട്ട് പിടിച്ച് കിടത്തുക. പ്രകാശ്. ശങ്കുണ്ണി, ആ ധാര മൂക്കിൽ വീഴത്തക്ക വിധം അദ്ദേഹത്തിനെ അങ്ങോട്ട് കിടത്തുക. ആധാരം മൂക്കി വീഴാലോ? ആധാരമല്ല, ആധാര. ഓ, മനസ്സിലായില്ലേ? അങ്ങോട്ട് കിടത്തുക. വരി 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 വരി. കിടക്ക് 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 കിടക്ക്. തുള്ളി തുള്ളിയായി. അയ്യോ, അയ്യോ, കണ്ണു നീറുന്നേ. എന്നാ പറ്റി? കണ്ണു നീറുന്നേ. കണ്ണു നീറുന്നേ. അത് ഇളനീർ കുഴമ്പാണ്. കണ്ണ് നന്നായിട്ട് തെളിയും. അത് ഇളനീർ കുഴമ്പല്ല. ആര് പറഞ്ഞത് ഇളനീർ കുഴമ്പാണ്? പിന്നെന്തുവാ? അത് മീൻ കറിയല്ലേ? മീൻ കറിയോ? ആ, അതിന് നമ്മളിവിടെ മീൻ വാങ്ങിച്ചിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? പിന്നെ അടുക്കളയിലെ മീനോ? മഹാഭാവി, നിന്റെ പാമ്പ് കൊത്തൂടാ. ഇതിന് ആസ്മായ്ക്ക് വിഴുങ്ങാനുള്ള ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന മീനെടുത്ത് വേണ്ട കറി വെച്ച് തൂക്കിയേക്കുന്നു. മാറി തിരിഞ്ഞു കൊണ്ടാന്ന് വെച്ച. അയ്യോ, എന്റെ കണ്ണിൽ മീൻ മുള്ളു കൊണ്ടേ. ചങ്കുണ്ടിയെ, ആ 4000ന്റെ ബില്ല് അങ്ങോട്ട് കൊടുത്തിട്ട് കാശ് മേടിച്ചിട്ട് ആ ഷർട്ട് അങ്ങോട്ട് കൊടുത്തു വിടുക. ഇങ്ങോട്ട് വരിക. ആ പെണ്ണമ്മ അവിടെ നിന്നേ. എന്താ? നീ മൃതസഞ്ജീവിനെ പറിക്കാൻ മരത്തമലയിലേക്കൊന്നും അല്ലല്ലോ പോയത്. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇന്നലെ ഒരു നേരത്തെ ഇവിടുന്ന് പോയതാ, അതുകൊണ്ട് ചോദിച്ചതാണ്. ആ, നീ ആടി തൂങ്ങി നിൽക്കാതെ ആ മരുന്ന് കൊണ്ട് അകത്തുകൊണ്ട് വെക്കേ. അയ്യോ, ഇത് മരുന്നൊന്നുമല്ല. ഇല്ലേ? എന്റെ ആടിന് കുറച്ച് തീറ്റ ചേർത്തോണ്ട് വന്നതാ. പെണ്ണമ്മേ, ഇവിടെ ആയുർവേദമാണ് നടത്തുന്നത്. അതിന് ആയുർവേദം അല്ലെന്ന് ഞാൻ പറഞ്ഞു. അല്ല, നിന്റെ പോക്കും വരവും കണ്ടാ തോന്നും ഇവിടെ രതി നിർവേദമാണ് നടക്കുന്നതെന്ന്. പോടാ കളവാ. വെറുതെ വടിയെടുത്ത് അടി പഠിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എനിക്ക് ഇങ്ങനെ തന്നെ കിട്ടാം. പ്രകാശ്, 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 പ്രകാശ്. അങ്കിൾ, ഇങ്ങോട്ട് വരൂ. വൈദ്യരറിഞ്ഞാൽ പിണങ്ങും. പ്രകാശ്, എന്തിനു പിണങ്ങാൻ? ഞാൻ ആ വൈദ്യരുടെ മോനല്ലേ. ഇങ്ങോട്ട് വാ, ഞാൻ മാറ്റി തരാം. ആണോ? എന്നാ ഞാൻ വരാം. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമായി, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമായി. ഇതാരായി വന്നിരിക്കണേ? ശങ്കുണ്ണി, ഒരു 4000ന്റെ ബില്ല് അങ്ങോട്ട് റെഡിയാക്കി വെക്കാം. എന്താ ഇപ്പൊ പുതിയ വിശേഷം? താനിനി എന്നെ ചികിത്സിക്കണോ? ചികിത്സിക്കണ്ടെന്നോ? അതെന്താ? കഴിഞ്ഞ 20 വർഷം കൊണ്ട് തനിക്ക് മാറ്റാൻ പറ്റാത്ത എന്റെ തുമ്മല് തന്റെ ഈ മോൻ ഒരൊറ്റ നിമിഷം കൊണ്ട് മാറ്റിയിടോ. വളരെ ഉപകാരം മോനെ. ഡോക്ടർ സുരേന്ദ്രൻ ഒന്ന് നിൽക്കണം. എന്താ 20 വർഷമായിട്ട് ഞാൻ ചികിത്സിച്ചുകൊണ്ടിരുന്ന അയാളുടെ തുമ്മൽ ഒറ്റ നിമിഷം കൊണ്ട് നീ മാറ്റിയല്ലേ? അതെ,
എങ്ങനെ? എന്റെ അച്ഛാ വെറും സിമ്പിൾ. അയാളുടെ മൂക്കിലെ ഒരു രോമം മുകളിലേക്ക് വളഞ്ഞു കുത്തുന്നത് കൊണ്ടാണ് അയാൾ തുമ്മിക്കൊണ്ടിരുന്നത്. ഞാൻ ഒരു കത്രി എടുത്ത് ആൾ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. അയ്യോ എടാ മഹാഭാവി, നീ ആ രോമം കട്ട് ചെയ്ത് കളഞ്ഞല്ലടാ. ആ നിനക്കറിയോ, കഴിഞ്ഞ 20 വർഷമായി നിന്നെ പഠിപ്പിച്ച് MBBS പഠിപ്പിച്ചതും നിന്റെ 3 പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടതും നമ്മൾ ഈ മണിമാളിക പഠിച്ചതും കാറ് വാങ്ങിച്ചതുമെല്ലാം